നമ്മളിന്നേ ഉണ്ണിയപ്പാണ് കേട്ടോ ചെയ്യാൻ പോണത്. അതെന്ന് വെച്ചാൽ നമ്മൾ റവയോ മൈദയോ ഒന്നും ചേർക്കാതെ പച്ചരി മാത്രം ചേർത്തിട്ട് അരച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഉണ്ണിയപ്പം ഉണ്ട്, നമ്മളുടെ ഒതൻറ്റിക് രീതിയിലുള്ള ഉണ്ണിയപ്പം. അതാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. അപ്പോൾ നമുക്ക് നോക്കാം. അഷ്ടമി രോഹിണിയാണ് വരുന്നത്, നമ്മുടെ കണ്ണൻ്റെ പിറന്നാൾ, പിന്നെ വിഷു ആണ് വരുന്നത്. ഇതിന് രണ്ടിനും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പലഹാരം തന്നെയാണ് നമ്മുടെ ഉണ്ണിയപ്പം. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പച്ചരി വേണം. 2 കപ്പ് അളവിൽ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 32 എണ്ണം, ഒരു 10-30 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അളവാണ് കേട്ടോ പറയണത്. 2 കപ്പ് അളവിൽ പച്ചരി എടുത്ത് നന്നായി തന്നെ ഒരു 3-4 വട്ടം ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് സമയം നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂർ സമയമെങ്കിലും നമുക്ക് കുതിർന്ന് കിട്ടണം. എങ്കിലാണ് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായി കഴുകിയിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 4 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് അരയ്ക്കാം കേട്ടോ. അപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയത് വേണം. അപ്പം നമ്മൾ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 250 ഗ്രാമോളം വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ, ഇച്ചിരി ലൂസായാലും കുഴപ്പമില്ല, നമുക്ക് ശർക്കര പാനി വെച്ചിട്ടാണ് നമ്മളുടെ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ലൂസായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ മാത്രം ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ശർക്കരപ്പാനി ചേർത്തിട്ടാണ് നമ്മളുടെ അരി അരയ്ക്കാനായിട്ട് പോണത്. അപ്പോൾ ചൂട് ഉണ്ടായിരിക്കണം നമ്മുടെ ശർക്കരപ്പാനിക്ക് എപ്പോഴും. ചൂടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സോഫ്റ്റ്നെസ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് 4 മണിക്കൂറിന് ശേഷം അരിയൊക്കെ വാറ്റി വെച്ച് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഒരു മീഡിയം ചൂടോടുകൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 ഏലക്കായ തോല് കളഞ്ഞ് കുരു മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാളയംകോടൻ വേണ്ടത്. നാടനായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ മൈദയൊന്നും ചേർക്കാതെ ഒതൻറ്റിക് രീതിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും പാളയംകോടൻ മാത്രം ചേർക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഒരു 4 എണ്ണം ഒരു 250 ഗ്രാം അളവിലുണ്ടാവും. നമ്മൾ ചേർത്തു. ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 6 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പോണത്. അത്രയും സമയം റെസ്റ്റ് കൊടുക്കണം നമ്മളുടെ മാവിന് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഉണ്ണിയപ്പത്തിനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു ഇച്ചിരി പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ലൂസാക്കി എടുക്കാം നമ്മുടെ മാവിന്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്തോളാം കേട്ടോ. പിന്നെ ഇതിലൊന്നും നമുക്ക് ഒറ്റ പൊടികളും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ട് ഉണ്ണിയപ്പം കോരി ഒഴിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ബാറ്ററിനെ ആക്കിയെടുക്കാം കേട്ടോ. ഇത്രയും മതി. ഈ ഒരു രീതിയിൽ നമ്മളുടെ മാവ് എപ്പോഴും കിട്ടണം കേട്ടോ. കണ്ടില്ലേ, വിട്ട് പോകുന്നുണ്ട്. എന്താ പറയുക, നല്ല കട്ട പോലെയല്ല വീണ്, ഇച്ചിരി ലൂസായിട്ട് തന്നെ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഒരു കൈപ്പിടി നിറയെ തന്നെ നാളികേരക്കൊത്ത് കുഞ്ഞൊക്കെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ നമ്മളുടെ കറുത്ത എള്ളും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി. ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് മുരിഞ്ഞോളും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഉണ്ണിയപ്പത്തിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കുന്നത്. ഒപ്പം കുറച്ച് നെയ്യും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ കിടുമായിരിക്കും നമ്മളുടെ നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം. അപ്പോൾ അതാ കുറച്ച് നെയ്യും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒരു മീഡിയം ടു ഹൈ, അത്രയ്ക്കും നമ്മൾ ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്ത് നമ്മളുടെ ഉണ്ണിയപ്പം കോരി ഒഴിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ചട്ടിയിൽ നിന്ന് തന്നെ വിട്ടു പോരും. നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, കുത്തിപ്പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഉണ്ണിയപ്പത്തിന്. അപ്പം തന്നെ അത് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മധുരം എന്ന് വെച്ചാൽ ഒരു മീഡിയം മധുരം തന്നെയാണ് കേട്ടോ. എന്നിരുന്നാൽ കൂടി നമ്മൾ ഉണ്ണിയപ്പം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നാവിലൊരു മധുരം നിൽക്കും. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ആ ഒരു രീതിയിലാണ് ഞാൻ മധുരം ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണോ കുറവ് വേണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാത്രം ശർക്കരപ്പാനി ചേർത്തിട്ട് അരി അരച്ചെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒതൻറ്റിക് രീതിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കും ഒക്കെ നമ്മുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഉണ്ണിയപ്പം മസ്റ്റാണല്ലോ നമുക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാട്ടോ. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.